ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ബീഫ് അച്ചാർ ആദ്യം ബീഫ് നന്നാക്കി കഴുകിയതിന് ശേഷം നമുക്ക് മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒട്ടും വെള്ളം ഒഴിക്കാതെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ബീഫ്. അപ്പോൾ എനിക്ക് ഈ ബീഫ് 5 വിസിലടിച്ചപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ, 3 വിസിൽ ലോ ഫ്ലെയിമിൽ ഇട്ടടുപ്പിക്കാം കേട്ടോ. അപ്പം ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് അതിൽ തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനാണ്, കുറേ ദിവസം എടുത്തേക്കാനെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. നല്ലെണ്ണയാണ് ഇതൊക്കെ ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 വട്ടമായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യേണ്ടി കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ആ എണ്ണയ്ക്ക് തന്നെ ഇഞ്ചിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞ് പോകരുത് കേട്ടോ. കരിഞ്ഞ് പോയാൽ പിന്നെ അതിൻ്റെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഒരുപാട് ദിവസം എടുത്തൊക്കെ ഉള്ളതാകുമ്പോൾ നല്ലോണം വറുത്തെടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേടാവും കേട്ടോ. പിന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മേത്തൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അല്പം കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് പകുതിയാക്കിയിട്ട് പകുതി ഭാഗം നമുക്ക് മിക്സിയിലിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ലേശമുള്ളൂ, അപ്പോൾ ഞാനത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ വേറെ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കാണ്. പിന്നെ അതിലേക്ക് നല്ല എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമുക്ക് പൊടിച്ച് വെച്ച ആ മിക്സും കൂടിയും കൂട്ടി നന്നാക്കി യോജിപ്പിച്ചിട്ട് അല്പം സുർക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും ആ മസാല കൂട്ടൊക്കെ വാടകയ്ക്കിട്ട് നന്നാക്കി യോജിപ്പിച്ചെടുക്കുക. സുർക്ക പാരാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അല്പം സുർക്കയും ബാക്കി ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ കേട്ടോ. അത് അവരവരുടെ ഇഷ്ടമാണ്. ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മറ്റേ പൊടികളൊക്കെ ചേർത്തപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. എനിക്ക് ഓർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ചേർക്കാൻ, ഓർമ്മ ഉണ്ടായപ്പോൾ അപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി അച്ചാറാണ്. അപ്പം നല്ലെണ്ണയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഒരുപാട് കാലം കേട് വരാതെക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.